ഇസ്രായേൽ എന്ത് ചെയ്താലും അമേരിക്ക എന്തുകൊണ്ടാണ് കൂടെ നിൽക്കുന്നത്? അത് വളരെ രസകരമായൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, പലരും പറയുന്നുണ്ട് അമേരിക്ക ഇസ്രയേൽ പോകുന്ന വഴിയാണ്, അമേരിക്ക പോകുന്ന വഴിയല്ല ഇസ്രയേൽ. ഇപ്പോൾ ഇന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ നല്ല പൊരിഞ്ഞ അടി നടക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 8-ാം തീയതി വെടിനിർത്തലുണ്ടായി. ട്രംപ് സമാധാന ചർച്ചകൾ നടത്തുന്നു. അതിനിടയ്ക്ക് ഇസ്രയേൽ ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. ഇന്ന് സംഭവിച്ചെന്താണ്? ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഇസ്രയേൽ കയറിയിട്ട് ലെബനോണിലുള്ള ബെയ്റൂട്ടിനടുത്തുള്ള ഹിസ്ബുള്ളയുടെ ഒരു ക്യാമ്പ് ആക്രമിച്ചു. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പ്രോക്സി ഭീകര സംഘടനയാണ്. അവർ ഇസ്രായേലിന് നേരെ ഇടയ്ക്ക് മിസൈലൊക്കെ അയക്കും. അവരുടെ ഒരു കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചു. ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ സ്വാഭാവികമായും ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമാണ് ലെബനോണിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. ഇസ്രായേൽ ലെബനോണിൽ ആക്രമണത്തിന് ശേഷം 7-ാം തീയതി രാത്രി ഇറാൻ ഒരു പണി നടത്തി. ഇറാൻ ഇസ്രയേലിൻ്റെ വ്യോമത്താവളമായ രമത്ത് ഡേവിഡ് എയർബേസിലേക്ക് മിസൈലുകൾ അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല. ഇസ്രയേൽ മിസൈലല്ല അയച്ചത്, ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ പറന്ന് ഇറാനിലേക്ക് ചെന്നിട്ട് അവരുടെ സെൻട്രൽ ഇറാനിലും വെസ്റ്റ് ഇറാനിലുമുള്ള അവരുടെ മഗ്ഷറിലെ ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ് അങ്ങ് തകർത്ത് കളഞ്ഞു. അതുകൂടാതെ ഭൂമിക്കടിയിലുള്ള ഖമന്നാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമിക്കടിയിലുള്ള ഇവരുടെ IRGC എന്ന് പറയുന്ന എലീറ്റ് മിലിറ്ററി ഒരു കമാൻഡ് ഭൂമിക്കടിയിലുണ്ടായിരുന്നു. അതും ഇസ്രയേൽ വിമാനങ്ങൾ തകർത്തു. IRGCയിൽ ഒരുപാട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് സംഭവിച്ചത്. ഇത്രയായപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് ട്രംപ് കയറി പറഞ്ഞു, നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നും ചെയ്യരുത്, നെതന്യാഹു ഒന്നും ചെയ്യരുത്, അടിക്കരുത്, തിരിച്ചടിച്ചാൽ ഇപ്പം നമ്മുടെ ചർച്ച പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിൽ ചെന്നടി കൊടുത്തു. അപ്പോൾ എന്തു പറ്റി? ഇന്ന് ഉച്ചയ്ക്ക് ഇറാൻ 10 മിസൈലുകൾ നേരെ ഹൈഫ തുറമുഖത്തുള്ള ഇസ്രയേലിൻ്റെ പെട്രോ കെമിക്കൽ പ്ലാന്റുകളിലേക്ക് അയച്ചു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു, തകർത്തു എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അമേരിക്ക പറഞ്ഞ വാക്ക് കീറിയ ചാക്ക് പോലെയായി. അടിക്കരുത്, സമാധാന ചർച്ച അതിൻ്റെ വക്കത്തെത്തിയിരിക്കുകയാണ്, അടിക്കരുതെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് യമനിൽ നിന്ന് ഹൂത്തികൾ ഏതാനും മിസൈലുകൾ ഇസ്രയേലിലേക്ക് വിട്ടു. ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചെങ്കടലിലൂടെ ഇസ്രയേലിനോട് അനുഭാവമുള്ള കപ്പലുകളോ പോയോ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചുമ്മാ വെറുതെ ഇവന്മാർക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ ഏതായാലും യുദ്ധം ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ആതിരയുടെ ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ എന്തു ചെയ്താലും അമേരിക്ക ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്നത്? അതൊരു വിചിത്രമായ ചോദ്യമാണ്. ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ്, അമേരിക്ക ഭീമാകാരമായ രാജ്യമാണ്. പക്ഷേ ഇസ്രയേൽ തീരുമാനിക്കും, അമേരിക്ക കൂടെ ചെല്ലും. ഇപ്പോൾ നമ്മൾ പറയുന്ന ഫെബ്രുവരി 28-നാണ് ഇറാന് നേരെയുള്ള ആക്രമണം ഉണ്ടായത്. ആദ്യത്തെ ദിവസം തന്നെ ആക്രമണം നടത്തി. ആരാ ആക്രമണം നടത്തിയത്? ഇസ്രയേൽ വിമാനങ്ങൾ പറഞ്ഞു എന്ന് ടെഹ്റാനെ ആക്രമിക്കുകയായിരുന്നു. ഖമനേയി ഉൾപ്പെടെയുള്ളവർ അന്ന് ചത്തുപോയത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിലാണ്. അമേരിക്ക പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന അവരുടെ ക്യാമ്പിൽ നിന്നുള്ള ബോംബർ വിമാനങ്ങളും ടാങ്കർ വിമാനങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുപോയ സമയത്താണ് ഇസ്രയേൽ കയറി അടിച്ചത്. കാരണം ഇസ്രയേലിന് അടിച്ചേ പറ്റൂ ഇറാനെ. അമേരിക്ക തിരിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇനി അടിയൊന്നും വേണ്ട, നമുക്ക് ചർച്ച മതി എന്ന് പറഞ്ഞ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ അവരുടെ ക്യാമ്പുകളിൽ നിന്ന് വിമാനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നപ്പോൾ ഇസ്രയേൽ ഇഷ്ടപ്പെട്ടില്ല. ഇസ്രയേൽ കയറി അടിച്ചു. അമേരിക്കയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അമേരിക്കയ്ക്ക് പുറകെ വന്ന് ആക്രമിക്കേണ്ടി വന്നു. അപ്പോൾ അമേരിക്ക എപ്പോഴും ഇസ്രയേൽ പോകുന്ന വഴിയേ പോകത്തുള്ളൂ. ഇത് നോക്കൂ, ഇസ്രയേലിനെ ആയുധമണിയിക്കുന്നത് അമേരിക്കയാണ്, ഇസ്രയേലിന് പണം കൊടുക്കുന്നത് അമേരിക്കയാണ്. പക്ഷേ ഇസ്രയേൽ എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല ഇസ്രയേൽ തീരുമാനിക്കുന്നത്, അമേരിക്ക എന്ത് ചെയ്യണമെന്ന് കൂടി ഇസ്രയേൽ തീരുമാനിക്കും. ഇതൊരു വിചിത്രമായ ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. വേണമെങ്കിൽ ട്രംപ് പറയാണ് അരുത് നെതന്യാഹു എന്ന് പറഞ്ഞാൽ നെതന്യാഹു അരുതാതൊന്നും ഇരിക്കരുത്. നെതന്യാഹുവിന് തോന്നുന്ന പണി ചെയ്യും. നെതന്യാഹു മാത്രമല്ല, ഇസ്രയേലി പ്രധാനമന്ത്രിമാർ എല്ലാവരും അക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ വിടാൻ പറ്റത്തില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വിശ്വസ്തമായ ഒരുപാട് എണ്ണയുള്ള മേഖലയാണ് ഈ മിഡിൽ ഈസ്റ്റ്. അമേരിക്കയ്ക്ക് എണ്ണയിൽ ഒരുപാട് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക എണ്ണക്കച്ചവടം ഡോളറിലേ നടത്താവുള്ളൂ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അമേരിക്കൻ ഡോളറിന് ഈ വലിയ വില കിട്ടൂ. അതുകൊണ്ട് അവിടെ വലിയ താല്പര്യം വേണം. അവിടെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാവുന്ന ജനാധിപത്യ രാജ്യം ആരാണ്? ഇസ്രയേൽ. ബാക്കിയെല്ലാം രാജഭരണമാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമുള്ളത് ഇസ്രയേലാണ് ഒന്നത്. പിന്നെ അവിടെ പാശ്ചാത്യ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്.
ഇസ്രയേലിൽ അറബി രാജ്യങ്ങളിലൊക്കെ അവർ അറബ് രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രീതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ മാറി വരുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ അമേരിക്കയ്ക്ക് അവരോട് ഏറ്റവും താതാത്മ്യം പ്രാപിക്കാവുന്ന രാജ്യം ഇസ്രയേലാണ്. അതാണ് രണ്ടാമത്തെ ഘടകം. പിന്നെ അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ചില കമ്മിറ്റികൾ അമേരിക്കയിലുണ്ട്, ചില സംഘടനകളുണ്ട്. അതായത് അമേരിക്കയിലുള്ള ഇസ്രയേലികളുടെ സംഘടനകളാണ്. അവർ ഭയങ്കര ലോബിയിങ് നടത്താൻ ഭയങ്കര ശക്തിയുള്ളവരാണ്. അതായത് അമേരിക്കയിൽ ജൂതന്മാർ 2.5% ഉള്ളൂ. പക്ഷേ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നർ എന്ന് പറയുന്നത് ജൂതന്മാരാണ്. അവർക്ക് സെനറ്റർമാരിൽ, രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഏതെങ്കിലും പാർട്ടി, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ആവട്ടെ, ഡെമോക്രാറ്റുകളാവട്ടെ, ജൂതന്മാർക്കെതിരെ, ഇസ്രയേലിനെതിരെ നിലപാടെടുത്താൽ അവിടുത്തെ ജൂതന്മാർ, അമേരിക്കൻ ജൂതന്മാർ എന്ത് ചെയ്യും? ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടും കൊടുക്കത്തില്ല, കാശും കൊടുക്കത്തില്ല. ജൂതൻ്റെ കാശ് കൊണ്ടാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അതിൻ്റെ പിന്നിൽ ആരുടെ കാശുണ്ട്? ജൂതൻ്റെ കാശുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും മികച്ച തല ആരുടെയാണെന്നറിയാമോ? ജൂതൻ്റെ തലയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് ജൂതന്മാരാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മീഡിയം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ജൂതനുണ്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ജൂതനുണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതാണ് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട 90% സാധനങ്ങളും ജൂതൻ്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ സൈനിക രംഗത്തും വലിയ ആധുനിക സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരാണ്. ഇത് ആർക്ക് വേണം? അമേരിക്ക വേണം. അമേരിക്ക ഒരു വലിയ മൈറ്റി മിലിറ്ററി പവറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി മുഴുവൻ ആരുണ്ടാക്കിയതാണ്? ജൂതനുണ്ടാക്കിയതാണ്. അപ്പോൾ ജൂതനെ പിണക്കിയിട്ട് അമേരിക്കയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിലൊക്കെ ഒരു വേറെ കാര്യമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്. നമ്മൾ കാണുന്ന ക്രിസ്തു മതം അല്ല. അത് മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന ക്രിസ്തു മതം അല്ല. അമേരിക്കയിൽ ഇവാഞ്ചലിസ്റ്റുകളാണ്. ഇവാഞ്ചലിസ്റ്റുകൾക്ക് മതപരമായ കാര്യങ്ങൾ കൊണ്ട് വലിയ ഇഷ്ടമാണ്. ആരെ? ജൂതന്മാരെ ഇഷ്ടമാണ്. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാരെ വേണം, ഇസ്രായേലിനെ വേണം. അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരെ വേണം? ജൂതന്മാരെ വേണം. ജൂതന്മാരെ വേണം എന്ന് പറഞ്ഞാൽ ആരെ വേണം? ഇസ്രായേലിനെ വേണം. ഇസ്രായേൽ വണങ്ങിയാൽ ഈ പറയുന്ന ഭീമാകാരനായ ഈ ആന താഴെ പോകും. ടെക്നോളജി ഉണ്ടാവത്തില്ല. അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം ഉണ്ടാവത്തില്ല. അമേരിക്കയിലെ സർക്കാർ വീഴും. ജൂതന്മാർ വണങ്ങിയാൽ, ഇസ്രായേൽ വണങ്ങിയാൽ. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, നമ്മൾ ഈ പുലിപ്പുറത്ത് കയറിയുന്നില്ല. അമേരിക്ക ഒരു പുലിപ്പുറത്ത് കയറിയിരിക്കുക, ഇസ്രായേൽ എന്നുള്ള പുലിപ്പുറത്തിരിക്കുകയാണ്. അത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിപ്പോ അമേരിക്ക തീർന്നു. ഇനി മാത്രമല്ല, ഇനി പറയാണ് ഞങ്ങളിനി ഇസ്രായേലായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ലോകത്താരിനി അമേരിക്ക വിശ്വസിക്കും? അമേരിക്കയുടെ കൂടെ ഇത്രയും കാലമായിട്ട് നിന്ന അമേരിക്കയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക പറയും, ഇസ്രായേലിന് പറയും, പോയൊരു പണി കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നേരെ ഇസ്രായേൽ പോയി പണി തിരിച്ചു വരും. അതുപോലെ ഇത്രയും വിശ്വസ്തരായി നിന്നിരിക്കുന്ന ഇസ്രായേലിനെ അമേരിക്ക എന്തെങ്കിലും തള്ളിപ്പറഞ്ഞാൽ പിന്നെ അമേരിക്കയോട് ആര് സൗഹൃദം കിട്ടും? ഏറ്റവും വലിയ സുഹൃത്തിനെ പിണക്കിയ ഒരാളോട് പുതുതായി വരുന്ന ഒരാൾ എങ്ങനെ വിശ്വസിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഉടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1956 ഉടക്കുണ്ടായി. ഈ സൂയസ് കനാലില്ലേ, സൂയസ് കനാലിൻ്റെ നിയന്ത്രണം ഈജിപ്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ഈജിപ്തിനെതിരെ ഫ്രാൻസും ബ്രിട്ടനും ഇസ്രായേലും ചേർന്ന് വലിയൊരു സൈനിക നീക്കം നടത്തി അമേരിക്കയോട് ചോദിക്കുക, അമേരിക്ക പോയി പണി നോക്കുക, ഞങ്ങൾ UK-യും ഫ്രാൻസും കൂടെ ഇപ്പോൾ പോയി സൂയസ് കനാൽ വഴി ഈജിപ്തിലിട്ട് പണി കൊടുക്കുമെന്നും പറഞ്ഞ് ഇസ്രായേൽ സൈനിക നീക്കം നടത്തി. അപ്പോഴത്തേക്ക് ഐസൻഹോവർ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഐസൻഹോവർ പറഞ്ഞു, പറ്റത്തില്ല, ചെയ്യരുത്, പോവരുത്, ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ പിന്മാറി. അങ്ങനെ ഉടക്കുണ്ടായി. ആദ്യമൊക്കെ മസിൽ പിടിച്ച് നിന്നെങ്കിലും പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്മാറി. നോക്കുമ്പോൾ ഇസ്രായേൽ നോക്കുമ്പോഴത്തേക്ക് കൂടെയുള്ള UK ഈ പറഞ്ഞ പോലെ അമേരിക്ക വല്ല കൊടുക്കുന്ന പിച്ചക്കാശ് കൊണ്ട് കഴിയുന്നവനാണ്. ഫ്രാൻസും അങ്ങനെയാണ്. അവരെ പിണക്കിയിട്ട് മുതലാളി തന്നെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ മുതലാളിയുടെ അന്നം മേടിച്ച് കഴിക്കുന്നവൻ്റെ കമ്പനി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഈ 56 സൂയസ് കനാൽ പ്രശ്നത്തിൽ അമേരിക്കയായിട്ടുള്ള പിണക്കത്തിൽ നിന്ന് ഇസ്രായേൽ തന്ത്രപരമായി ഊരിപ്പോയി. 67 ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതാണ്, വേറെ സെപ്പറേറ്റ് നമുക്ക് പറയാം. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇസ്രായേൽ തകർത്തു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ചരിത്രമായിരുന്നു. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇനി 2015 സംഭവിച്ചിട്ടുണ്ട്. 2015 ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അന്നും നെതന്യാഹു ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. അന്ന് അമേരിക്ക ഇറാനുമായിട്ടൊരു ആണവ കരാറുണ്ടാക്കി.
നെതന്യാഹു അതിശക്തമായി എതിർത്തു. ഒബാമയായിട്ടുള്ള ഇസ്രയേലിൻ്റെ നെതന്യാഹു സംസാരിക്കാത്ത അവസ്ഥയുണ്ടായി. പക്ഷേ അപ്പോഴും അമേരിക്ക പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൈസയും പണവും ഇങ്ങനെ ഇസ്രയേലിന് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി മാത്രമല്ല, അമേരിക്ക കോടാനുകോടി ഡോളറാണ് ആയുധമായിട്ടും പണമായിട്ടും ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഇസ്രയേലിന് കൊടുത്ത്. അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി അവിടെ കിടക്കുകയാണ്. നാളെ ഇസ്രയേൽ അമേരിക്കയായിട്ട് പണങ്ങിയിട്ട് നീ പോയി ഞാൻ റഷ്യയുടെ കൂടെ ചേരുകയാണെന്ന് പറഞ്ഞാൽ അമേരിക്ക പെട്ടു. അല്ലെ ഞാൻ ചൈനയായിട്ട് സഖ്യം ഉണ്ടാക്കുകയാണ് എന്നും പറഞ്ഞാൽ അമേരിക്ക പെട്ടു. അമേരിക്കയുടെ കാശ്, അമേരിക്കയുടെ ആയുധം ഇതെല്ലാം കൂടെ ചൈനയുടെയോ റഷ്യയുടെയോ സഖ്യകക്ഷിയായിട്ട് ഇസ്രയേൽ മാറിയാൽ അമേരിക്കയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുലിപ്പുറത്ത് കയറിയ പോലെയാണ്. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും, അമേരിക്ക താടെന്ന് പറയുന്ന അവരുടെ ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനം വേറെ ഏതെങ്കിലും രാജ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഇവിടെ ഖത്തറിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഏറ്റില്ല. ഇറാൻ്റെ മിസൈൽ വന്ന് അവിടെ വീഴുന്നുണ്ട്. പക്ഷേ ഖത്തറിനൊന്നും കൊടുത്തിട്ടില്ല. അമേരിക്കൻ ബേസിലാണ് വെച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന് മാത്രമേ ഉള്ളൂ. ഇപ്പം അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ വിമാനം F-22 ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കൊടുത്തിട്ടുണ്ടാവാം. ഈ താട് കൊണ്ട് ഇസ്രയേലിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അമേരിക്ക എന്തും കൊടുക്കും. അമേരിക്കയുടെ ചങ്ക് പറിച്ച് ഇസ്രയേലിന് കൊടുക്കും. പക്ഷേ ഇസ്രയേലിന് താല്പര്യങ്ങളെ നടപ്പാക്കുള്ളൂ. ഇപ്പോൾ ട്രംപ് വന്നപ്പോഴാണ് ഈ താല്പര്യം, ട്രംപിന് ഇതിനപ്പുറത്ത് താല്പര്യങ്ങളുണ്ട്. ട്രംപിന് കച്ചവട താല്പര്യങ്ങളാണ്. ട്രംപിന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇറാനുമായിട്ട് ലോഹിയെത്തി പോവുക, എന്നിട്ട് ഇറാനിൽ നിന്നുള്ള പ്രകൃതി വിഭവങ്ങളും എണ്ണയും തനിക്കെടുക്കുക. തൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ തീർന്നു കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കുഷ്ണർക്കടക്കമുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ഡീൽ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ട്രംപ് നോക്കുന്നത്. നെതന്യാഹു അങ്ങനെയല്ല. നെതന്യാഹുവിൻ്റെ വളരെ സുപ്രസിദ്ധമായൊരു വാക്കുണ്ട്, അവർ ആയുധം വെച്ചാൽ യുദ്ധം തീരും. അത് ഹമാസ് ആവട്ടെ, ഇറാൻ ആവട്ടെ, അവർ ആയുധം വെച്ചാൽ യുദ്ധം അവസാനിക്കും. പക്ഷെ ഞങ്ങൾ ആയുധം വെച്ചാൽ ഞങ്ങൾ അവസാനിച്ചു പോകും. മനസ്സിലായില്ലേ? ഇസ്രയേൽ എന്തെങ്കിലും ആയുധം വെച്ചാൽ അപ്പോൾ ലോകത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കൂടെ ഇസ്രയേലിനെ തീർക്കും. പക്ഷേ ഞങ്ങളതുകൊണ്ട് ആയുധം താഴെ വെക്കത്തില്ല. നിങ്ങളുടെ വെക്കുക ആയുധം. നിങ്ങൾ ആയുധം വെച്ചാൽ ഞങ്ങൾ ആയുധം താഴെ വെക്കും. ഇല്ലെങ്കിലോ നിങ്ങൾ ആയുധം കയ്യിലെടുക്കും മുമ്പ് നിങ്ങളുടെ കൈ മുറിച്ച് കളയുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഇതാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത നയം. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് നമുക്ക് ഈ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ. ഇപ്പോൾ തന്നെ ഈ ഇസ്രയേലുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം വല്ലാതെ വഷളാണ്. കാരണം ലക്ഷ്യം പൂർത്തീകരിച്ചോ സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോ ഇറാൻ്റെ കയ്യിലുണ്ട്. അത് എടുത്ത് നശിപ്പിക്കുക എന്നതിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രയേൽ തയ്യാറല്ല. അതുണ്ടെങ്കിൽ 100ഓളം ബോംബുകൾ ഉണ്ടാക്കാം. ബോംബുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിന് ഭയമാണ്. കാരണം പരസ്യമായി അവർ പറഞ്ഞിട്ടുണ്ട്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ. ഇസ്രയേൽ എന്നുള്ള രാജ്യത്തെ 2047 ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം എന്ന് പ്രഖ്യാപിച്ച് ഒരു ഡെത്ത് ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടെഹ്റാനിൽ. അതിലിങ്ങനെ ക്ലോക്ക് ഇങ്ങനെ പോയി കൊടുക്കൊണ്ടിരിക്കുക. 2047 ആകുമ്പോഴത്തേക്ക് ഇസ്രയേൽ ഭൂമിയിൽ കാണില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പ്രതീകാത്മകമായി ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ. അപ്പോൾ പിന്നെ ഇസ്രയേൽ സമ്മതിക്കുമോ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ? ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മകളെന്നോട് ചോദിച്ചു, അച്ഛാ ഈ പറയുന്നൊരു ന്യായമില്ലല്ലോ, ഇറാൻ ഒരു രാജ്യമല്ലേ, അവർക്ക് ബോംബ് ഉണ്ടാക്കിക്കൂടെ? ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ ആണവായുധമുള്ള പാകിസ്ഥാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ആയുധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ആയുധമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ കയറി അടിക്കും. ഇപ്പം ഞാനൊരു വെട്ടുകത്തി മേടിച്ച് വെച്ചിരിക്കുകയാണ്, അത് ആതിരെ വെട്ടാനുള്ളതാണെന്ന് പറഞ്ഞാൽ ആതിരെ മിനിമം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുക്കും. ഇതുപോലെ ഇറാൻ പരസ്യമായി പറഞ്ഞ് ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രയേലിനെ നശിപ്പിക്കുകയാണ്, ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പ്രതീക്ഷിക്കും ഈ ആണവ ബോംബ് എവിടെ വരും, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടിടും. അതുകൊണ്ട് ഇവനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവനെ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം തിരിച്ചു പിടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ നിലപാടിനോട് ആർക്ക് എതിർപ്പുണ്ട്? ഇസ്രയേലിന് എതിർപ്പുണ്ട്, നെതന്യാഹുവിന് എതിർപ്പുണ്ട്. അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിനോട് രാഷ്ട്രീയമായ നിലനിൽപ്പില്ല. അടുത്ത ഇലക്ഷൻ നെതന്യാഹു തോറ്റുപോകും. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇസ്രയേൽ ആഗ്രഹിക്കുന്ന യുദ്ധമാണ്. അമേരിക്ക ആഗ്രഹിക്കാത്ത യുദ്ധവും ഇസ്രയേൽ ആഗ്രഹിക്കുന്ന യുദ്ധവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സമാധാന കരാർ ഉണ്ടാക്കാൻ ഇസ്രയേൽ സമ്മതിക്കത്തില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിട്ട് ഇറാനെ ഫിനിഷ് ചെയ്യുക, അവൻ്റെ കയ്യിലുള്ള അവസാനത്തെ ഗ്രാം എൻറിച്ചഡ് യുറേനിയവും ക്യാപ്ചർ ചെയ്യാതെ യുദ്ധം തീർക്കാൻ ഇസ്രയേൽ സന്നദ്ധമാവില്ല. അതുകൊണ്ടാണ് ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ലെബനോണിനെ ആക്രമിക്കരുത് എന്നുള്ള കണ്ടീഷൻ ഉൾപ്പെടെ വെച്ചിട്ട് അമേരിക്കയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നേരെ കയറി ലെബനോണിൽ ഇസ്രയേൽ ആക്രമിക്കുന്നത് ഇറാനെ ചൊറിയാനാണ്.
ഉറപ്പായിട്ടും ഈ കരാർ നടക്കരുതെന്ന് നെതന്യാഹു ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ തെറി വിളിച്ചെന്നാണ് പറയുന്നത്. വലിയ വാർത്തയായിരുന്നു. വലിയ ക്രേസി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എഫ് ചേർത്തുള്ള തെറിയൊക്കെ വിളിച്ചു. ഇന്നും പറഞ്ഞു ആക്രമിക്കരുത് എതിരെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് അങ്ങനെയൊക്കെ പറയും, നമ്മുടെ പിള്ളേർ പറഞ്ഞ് ഇന്ന് ബോംബിട്ടിട്ട് തിരിച്ചു വരും എന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പം യുദ്ധം അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ലോകത്ത് ഇപ്പം ഈ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ശത്രുത ഇപ്പോൾ ഇറാനോട് വലിയ തോതിലുണ്ട്. നേരത്തെ അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഖത്തർ, ബഹറിൻ, UAE, സൗദി അറേബ്യ എല്ലാവർക്കും ആവശ്യത്തിന് മേടിച്ച് കിട്ടിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനറിയാം ഇനിയിപ്പോൾ ഇവന് പഴയ പോലെ ഇവൻ്റെ കൂടെ ആരും നിൽക്കത്തില്ല, നമ്മൾ അടിച്ച് തന്നെയാണ്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ചേട്ടന് കൂടെ വരാതെ നിവൃത്തിയില്ല അമേരിക്കയ്ക്ക്. കാരണം എന്താണെന്നറിയോ, ഇസ്രായേൽ വന്ന് ഇറാനിൽ ബോംബിട്ടിട്ട് പോകും. ഇറാൻ കുറച്ച് മിസൈൽ എങ്ങോട്ടയക്കും? ഇസ്രായേലിലേക്കും. ബാക്കിയുള്ളത് ഗൾഫിലുള്ള അമേരിക്കൻ താവളങ്ങളിലേക്കായിരിക്കും. അടി കിട്ടുന്ന ആർക്കായിരിക്കും? അമേരിക്കയ്ക്കായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നൊരു കാര്യം, യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ട്രംപ് അല്ല, അമേരിക്കയല്ല, ഇസ്രായേലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.